ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മുടെ ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സസ് 16 through 22. 21-ാമത്തെ വാക്യം വായിക്കുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അല്പസമയം തിരുവചന ധ്യാനത്തിനായിരിക്കുന്നു. നിന്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലെ നിലവുകളും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകണമെന്ന് യേശു മിശിഹാ മൂലം താഴ്മയായി യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. സഭയായിട്ട് ഇന്ന് ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഗോസ്പൽ ഫോർ ഓൾ പീപ്പിൾ എന്നുള്ളതാണ്. സുവിശേഷം സകലർക്കും എന്നുള്ളത്. നാം വായിച്ചു കേട്ട ഈ വേദഭാഗത്തിൽ യേശുക്രിസ്തുവിൻ്റെ നസറത്ത് മാനിഫെസ്റ്റോ ആണ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. വാട്ട് ഈസ് ഗോസ്പൽ? ഗോസ്പൽ എന്ന വാക്ക് ഉളവായിരിക്കുന്നത് ആംഗ്ലോ സാക്സൺ പദമായ ഗോഡ്സ്പെൽ എന്ന വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ഗുഡ് ന്യൂസ്, സുവാർത്ത, നല്ല വാർത്ത എന്നുള്ളതാണ്. യേശു കർത്താവ് നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്നുള്ള സത്യ സുവിശേഷം, ആ സുവിശേഷം എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ നസ്രയത്ത് പ്രഖ്യാപനത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളാണ് അവന് ചുരുളായി വായിക്കുവാനായി കൊടുത്തത്. ആ വാക്യങ്ങൾ വായിച്ചതിന് ശേഷം യേശു കർത്താവ് അവിടെ കൂടിയിരിക്കുന്നവരോട് ഇപ്രകാരം പറയുകയാണ്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും ഈ തിരുവെഴുത്ത് നിവൃത്തി വന്നു. എപ്രകാരമാണ് സുവിശേഷം സകലർക്കും പ്രാപ്യമായി തീരുന്നതിന് അതിന് നാം എന്ത് ചെയ്യണം എന്നാണ് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സത്യ സുവിശേഷം ഒരു നദി പോലെ ഒഴുകി വരുമ്പോൾ അതിന് തടയണ നിർമ്മിച്ച് അതിനെ തടഞ്ഞു നിർത്തി കർത്താവിൻ്റെ സത്യസുവിശേഷത്തിൻ്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡീലർമാരായി ഇന്ന് പല ആളുകളും പല ആത്മീയ നേതൃത്വവും മാറുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സത്യ സുവിശേഷം ആർക്കും തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിക്കുകയില്ല. ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ദരിദ്രനും വിധവയ്ക്കും അനാഥനും ഗതിയില്ലാത്തവനും മാറ്റി നിർത്തപ്പെട്ടവനും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ സുവിശേഷം. നമ്മുടെ ജീവിതത്തിൽ കൂടി എങ്ങനെയാണ് സകലർക്കും വേണ്ടി ഉള്ളതാണ് ഈ സുവിശേഷം എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുന്നത്? അതിന് ഒരു കാര്യം മാത്രമേ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ബി എ ഗോസ്പൽ, ഒരു സുവിശേഷമായി തീരുക. നമ്മുടെ ജീവിതം ഒരു സുവിശേഷമായിട്ട് തീരണം. അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന സുവിശേഷമാകരുത്, മറിച്ച് നമ്മുടെ പ്രവൃത്തിയിൽ കൂടി അത് വെളിപ്പെട്ട് വരണം, ഒരു സുവിശേഷമായി തീരണം. കർത്താവ് ഈ പ്രഖ്യാപനത്തിലൂടെ കേവലം പ്രഖ്യാപനം എന്നുള്ളതിൽ അപ്പുറമായി തൻ്റെ 3.5 വർഷക്കാലത്തെ ഇഹലോക വാസത്തിലെ ശുശ്രൂഷ സരണിയിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തു പ്രവൃത്തിപഥത്തിലാക്കിയ വ്യക്തിയാണ്. ചിലപ്പോഴെങ്കിലും അതിരുകൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് യേശുക്രിസ്തു. ചിലപ്പോഴെങ്കിലും സംസാരിക്കുവാൻ സമൂഹം വിലക്ക് കൽപ്പിച്ചിട്ടുള്ളവരോട് സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും അസ്പർശ്യരെന്ന് അല്ലെങ്കിൽ അൺടച്ചബിൾ എന്ന് സമൂഹം വിധി എഴുതിയവരെ സ്പർശിച്ചിട്ടുണ്ട് യേശു. അവിടെയാണ് സുവിശേഷം പ്രാവർത്തികമായി തീരുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ വലിയ ഉദാത്ത മാതൃക കാണിക്കുവാൻ സാധിക്കും. കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ത്യാഗത്തിൻ്റെ അനുഭവം, സ്വയം ഇല്ലാതായിത്തീരുന്നതിൻ്റെ അനുഭവം, അവിടെയെല്ലാം സുവിശേഷം വെളിപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇപ്രകാരം
സുവിശേഷം നമ്മിൽ വെളിപ്പെടുന്ന അനുഭവം ഉണ്ടാകണം. ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. എന്നാൽ പ്രഘോഷിക്കുന്നതിനപ്പുറം ഈ സുവിശേഷം നമ്മുടെ ജീവിതമായി തീരണം. മറ്റുള്ളവർ കണ്ട് ഇവനൊരു സുവിശേഷകനാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കണം. കാലം ചെയ്ത ഇബ്രഹാം മാർത്തോമാ മെത്രാപ്പോലിത്തയുടെ വലിയ കാഴ്ചപ്പാടായിരുന്നു ഓരോ മാർത്തോമക്കാരനും ഒരു സുവിശേഷകനാണ് എന്നുള്ളത്. അത് അറിഞ്ഞോ അറിയാതെയോ നാം അത് പറഞ്ഞ് പഠിച്ച് ഒരു പഴകിയ വാക്കായി മാറുന്നു. എന്നാൽ സുവിശേഷം നമ്മിൽ ജീവിക്കുന്ന അനുഭവം ഉണ്ടാകണം. ഈ നാടുകളിലൊക്കെയും ഈ കൊറോണയുടെ സമയത്ത് നമുക്ക് അത്തരം ജീവിത അനുഭവങ്ങൾ കാണുവാൻ സാധിക്കും. മാതാപിതാക്കൾ കോവിഡ് ആയപ്പോൾ കുഞ്ഞിനെ ചികിത്സിക്കുവാൻ സ്വയം തുനിഞ്ഞിറങ്ങിയ ഡോക്ടർ മേരി അതിനൊരു ഉദാത്ത മാതൃകയാണ്. അർദ്ധരാത്രി പാമ്പ് കടിയേറ്റ 1.5 വയസ്സുകാരനെ എടുത്തുകൊണ്ട് ഓടിയ യുവാവ്, ആശുപത്രിയിലേക്ക് എത്തിച്ച യുവാവ്, അവൻ സുവിശേഷമായി മാറുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വായ് കൊണ്ട് പറയുന്ന സുവിശേഷമല്ല, ജീവിതം കൊണ്ട് പറയുന്ന സുവിശേഷമായി നാം മാറണം. എത്ര പേർക്ക് നമുക്കത് സാധിക്കുവാനായിട്ട് ഇന്ന് സാധിക്കുന്നുണ്ട്? കോരിച്ചൊരിയുന്ന മഴയത്ത് കുടയില്ലാതെ നനഞ്ഞുകൊണ്ട് പതുക്കെ നടക്കുന്ന പ്രായമായ ആ സ്ത്രീയെ കാണുമ്പോൾ അയ്യോ കഷ്ടം എന്ന് സഹതപിക്കാതെ നമ്മുടെ വലിയ കുടയിൽ ഒരല്പം സ്ഥലം അവർക്കും കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ പതിയെ നടക്കുമ്പോൾ അതൊരു സുവിശേഷമായി മാറുകയാണ്. പ്രിയമുള്ളവരെ, സമൂഹം നിന്ദിതരെന്നും സമൂഹം അകറ്റി നിർത്തപ്പെടുന്ന ആളുകളുടെയൊക്കെ മനഃപൂർവ്വമായി അടുത്ത് ചെന്ന് കർത്താവിൻ്റെ ഈ ഒരു വലിയ സത്യസുവിശേഷത്തിൻ്റെ വക്താക്കളായി നാം മാറുമ്പോൾ നാം സുവിശേഷകരായി മാറുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം മാത്രമേ പറയുവാനായിട്ടുള്ളൂ: ഒരു സുവിശേഷമാകുക. കർത്താവിൻ്റെ ആ വലിയ കാരുണ്യം ഒരു നദിയായി ഒഴുകി വരുമ്പോൾ തടയണ കെട്ടി നിർത്തുവാനിടയാകരുത്. ഒഴുകിപ്പോക്കട്ടെ, അനർഗളം നിഗളം നമ്മിലൂടെ അത് അനർഗനിഗളം ഇങ്ങനെ ഒഴുകിപ്പോട്ടെ. ആ കാരുണ്യത്തിൻ്റെ അനുഭവക്കാരായി എല്ലാവരും തീരട്ടെ. അനാഥരും വിധവന്മാരും ദരിദ്രരും പീഡിതരായവരും നിന്ദിതരായവരും സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരുമായും എല്ലാവർക്കും ഈ ഒരു സുവിശേഷത്തിൻ്റെ ഭാഗമാകുവാൻ നാം ഒരു സുവിശേഷകനായി തീരണം, സുവിശേഷമായി തീരണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ.